ഇനി അങ്ങോട്ട് വടകരയുടെ MP ആയ ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിനെ പിടിച്ചുകുലുക്കുന്ന കളികളാണ് കളിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഡൽഹിയിൽ നിന്ന് നേതാക്കളെ ഇറക്കാനും തീരുമാനിക്കുമ്പോൾ കാര്യങ്ങൾ കോൺഗ്രസ് വലിയ ഒരു യുദ്ധത്തിലേക്കാണ് പടക്കോപ്പ് കൂട്ടുന്നത്. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഴുവൻ ഭക്തർക്ക് മാത്രമല്ല, ലോകത്തിന്റെ മൊത്തമാണ്. അതുകൊണ്ടാണല്ലോ ഈ കൂട്ടർ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത്. ഇന്നിപ്പോൾ ശബരിമല ശ്രീകോവിലിലെ ദ്വാരക ശില്പങ്ങൾ പൊതിഞ്ഞ സ്വർണപ്പാളികൾ എവിടെയെന്ന ചോദ്യമുയരുമ്പോൾ എടുത്തവനും കൊടുത്തവനും വാങ്ങുന്നവനുമില്ല. ആകെ അറിയാവുന്നത് വിജയ് മല്യ എന്ന ബിസിനസ്സുകാരൻ ശബരിമലയിലേക്ക് 30 കിലോയോളം സ്വർണം കൊടുത്തു എന്നതാണ്. എന്നാൽ ഇന്നിപ്പോൾ 4 കിലോയോളം കുറയുമ്പോൾ ഈ കണ്ട അയ്യപ്പ ഭക്തരൊക്കെ അയ്യപ്പനെയും കട്ടോ എന്ന് ചോദിച്ചു മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഷാഫി പറമ്പിൽ ഈ പോക്ക് ഇങ്ങനെ പോയാൽ പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ KC വേണുഗോപാലിനെ വരെ ഇറക്കിക്കൊണ്ട് ചില കളികൾ കളിക്കുന്നത്. എന്തായാലും ആ വിഷയത്തെ വെട്ടിത്തുറന്ന് പറയുകയാണ് ഷാഫി. ഒന്ന് കാണാം. വകുപ്പ് മന്ത്രിയും ആ സ്ഥാനത്ത് നിന്ന് ആദ്യം നീക്കം ചെയ്യാൻ തയ്യാറാവണം. എന്നിട്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണം. സർക്കാരിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ, ദേവസ്വം ബോർഡിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, മോഷ്ടിച്ചവനെ തന്നെ അന്വേഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് പോലെയായിരിക്കും. അതുകൊണ്ട് ആ അന്വേഷണത്തിൽ കാര്യമില്ല. സ്വതന്ത്രമായ അന്വേഷണം നടക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം. ഞങ്ങള് വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ്. പത്തനംതിട്ടയിൽ 9-ാം തീയതി KPCC ആഹ്വാനപ്രകാരം വലിയ സമരം, ബഹുമാന്യനായ KC വേണുഗോപാൽ MP ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമരം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന വ്യാപകമായി അതിനെ ഞങ്ങൾ വ്യാപിപ്പിക്കും. സമര പോരാട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാകും. ഈ ചതി, ഈ വഞ്ചന ഗവൺമെന്റിന്റെ അറിവോടെ എന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്ന തരത്തിൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് മറുപടി പറയിക്കാനുള്ള പ്രതിഷേധം അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാവും. അത് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് വരുന്ന ഒഴിവ് ഓർഗനൈസേഷന്റെ ഒരു ഷെഡ്യൂളിലോ നേരത്തെ പ്രതീക്ഷിച്ച ഒരു സമയത്തോ അല്ല, അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ഒഴിവാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഉണ്ടായ ഒരു സ്ഥാനമാറ്റം, അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റം. അപ്പോൾ അത് എല്ലാവരുമായി ചർച്ച ചെയ്ത് IYC അതിന്റെ തീരുമാനം എടുക്കും. അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇല്ല, അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തീരുമാനം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, അത് സംഘടനാപരമായി അതിന്റെ വഴിക്ക് നടക്കും. പക്ഷെ ഈ തട്ടിപ്പിനെ ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതിൽ സ്ട്രോങ് ആയി ഞങ്ങൾ മുമ്പോട്ട് പോകും. തങ്ങളുടെ ശ്രദ്ധയപ്പെടാഞ്ഞിട്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ വാർത്തയുണ്ട്. യൂത്ത് കോൺഗ്രസ് സമരം ഇനിയും ഉണ്ടാവും. യൂത്ത് കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസിന് ആരും പോസും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. അതിന്റെ സമരം നടക്കും. ഇന്നലെയും ദേവസ്വം ആസ്ഥാനത്തേക്ക് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉണ്ടായിരുന്നു. തുടർ ദിവസങ്ങളും ഉണ്ടായിരിക്കും. സമര പോരാട്ടങ്ങളിലൊന്നും ഒരു കുറവും പോരായ്മയും വരുത്തില്ല. ജനങ്ങൾക്കൊപ്പം UDF-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അടിയുറച്ചു നിന്ന് പോരാടും. ഈ തട്ടിപ്പ് അന്വേഷണത്തിന്റെ സത്യങ്ങൾ പുറത്തു വരില്ല. അതുപോലെ തന്നെ ഈ തട്ടിപ്പ് കേന്ദ്രത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ വോട്ട് ചോരി വലിയ പ്രശ്നമായി ഞങ്ങൾ ഉയർത്താൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വരാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാറാലി, വോട്ട് അധികാർ മഹാറാലി കോൺഗ്രസ് നടത്താൻ പോവുക. ഇനി അവിടെ വോട്ട് ചോരിക്കെതിരെ നടക്കുന്ന യാത്ര, ഇവിടെ ഇവരുടെ ഗോൾഡ് ചോരിക്കെതിരെ കൂടെ യാത്ര നടത്തേണ്ടി വരും. അതുപോലത്തെ തട്ടിപ്പാണ് ഗവൺമെന്റ് നേതൃത്വത്തിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഉത്തരവാദികളെ വെറുതെ വിടാൻ അനുവദിക്കില്ല.